Welcome to the online session of manufacturing process. We are discussing about the topic crystal defects. Crystal defect എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ imperfections in the regular geometrical arrangement of atom in a crystalline solid is called crystal defects. എന്നാൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ റെഗുലർ ആയിട്ടുള്ള ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് വരുന്നതിനെയാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറയാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പോയിൻറ്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ് ആൻഡ് സർഫസ് ഡിഫക്റ്റ്. പോയിൻറ്റ് ഡിഫക്റ്റിന് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും, ലൈൻ ഡിഫക്റ്റിന് 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും, സർഫസ് ഡിഫക്റ്റിന് 2 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും. പോയിൻറ്റ് ഡിഫക്റ്റിൽ 4 കാറ്റഗറി ഉണ്ട്, സബ് കാറ്റഗറി ഉണ്ട്: വാക്കൻസി, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ, തേർഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റീസ്, ഫോർത്ത് വൺ ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇനി ലൈൻ ഡിഫക്റ്റിൽ 2 കാറ്റഗറി ഉണ്ട്: എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. സർഫസ് ഡിഫക്റ്റിൽ 3 കാറ്റഗറീസ് ഉണ്ട്: ഗ്രെയിൻ ബൗണ്ടറീസ് ആൻഡ് ടിൽറ്റ് ബൗണ്ടറീസ്, സെക്കൻഡ് ട്വിൻ ബൗണ്ടറി, ആൻഡ് തേർഡ് സ്റ്റാക്കിംഗ് ഡിഫക്റ്റ് ഓർ സ്റ്റാക്കിംഗ് ഫാൾട്ട്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, പോയിൻറ്റ് ഡിഫക്റ്റ്. എന്താണ് പോയിൻറ്റ് ഡിഫക്റ്റ്? എന്നാൽ ഒരു സിംഗിൾ പോയിൻ്റ് അല്ലെങ്കിൽ സിംഗിൾ ആറ്റം മിസ്സിങ് ആവുന്ന അല്ലെങ്കിൽ അവിടേക്ക് കൂടിച്ചേരുന്നതിനെയാണ് പോയിൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഒരു പാക്കിംഗ് ഓഫ് ആറ്റംസ് ഡ്യൂറിങ് ക്രിസ്റ്റലൈസേഷൻ, അതിനെയാണ് പോയിൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഇത് എന്ത് കാരണത്താൽ ഉണ്ടാവാം? ഹൈ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ സമയത്ത് വൈബ്രേഷൻ നടക്കുന്നത് കാരണം അവിടുന്ന് ഒരു ആറ്റം തെന്നി മാറുകയോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് തെന്നി മാറുകയോ അല്ലെങ്കിൽ അവിടുന്ന് വേക്കൻ്റ് ആയിട്ട് പോവുകയോ അല്ലെങ്കിൽ വേറെ ഒന്ന് കൂടിച്ചേരുകയോ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം വൈബ്രേഷൻസ് ഓഫ് ആറ്റം അറ്റ് ഹൈ ടെമ്പറേച്ചറാണ്. ഇതാണ് ഫസ്റ്റ് അതിലെ പോയിൻറ്റ് ഡിഫക്റ്റിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറി, വേക്കൻസി. അപ്പം ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ആറ്റം മിസ്സിങ് ആണ്. ഇതിനെയാണ് വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ആറ്റംസിനായിട്ടുള്ള ബോണ്ടിങ് സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത്, ഈ മെറ്റൽ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. നെക്സ്റ്റ്, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ വേക്കൻസിയുടെ നേരെ റിവേഴ്സ് ഫിനോമിനയാണ്. കാരണം വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം മിസ്സിങ് ആയിരുന്നു. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിച്ചേരാണ്. ഇത് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ആറ്റം വന്ന് ആഡ് ആകുന്നു. കാരണം ഒരു സ്പേസിലേക്ക് ഒരു ആറ്റം വന്നിട്ട് ആ മെറ്റീരിയലിൻ്റെ സെയിം ആറ്റം വന്നിട്ട് നുഴഞ്ഞു കയറി ഞെരുങ്ങിയിരിക്കുകയാണ്. അതിനെയാണ് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയാം. ഇനി ഒരു ഫോറിൻ ആറ്റം, കാരണം ആ മെറ്റീരിയലിൻ്റെ അല്ലാത്തൊരു ഫോറിൻ ആറ്റം പുറത്തുനിന്ന് വന്ന് വേറൊരു ആറ്റമാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. ആ ഇമ്പ്യൂരിറ്റിക്ക് വേറൊരു ആറ്റം കാരണം ഒന്ന് റീപ്ലേസ്, ഇവിടെയുള്ള ഒരു പാരൻ്റ് ആറ്റത്തിൽ നിന്നും ഒരു ആറ്റം മാറിയിട്ട് ഒരു ഫോറിൻ ആറ്റം അവിടെ കയറിയിരിക്കുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഒരു ഫോറിൻ ആറ്റം, ഈ ഒരു ചെറിയൊരു ഫോറിൻ ആറ്റം ഈ ഒരു സ്പേസിൽ അതിൻ്റെ ഓൾറെഡി ഉള്ള സ്ട്രക്ചറിന് ഒരു മാറ്റവും വരാതെ വന്ന് കയറിയിരിക്കുന്നതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ ഫോറിൻ ആറ്റം എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രീഷ്യൽ പോയിൻറ്റ് ഡിഫക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റ് പോയിൻറ്റ് ഡിഫക്റ്റിലെ ലാസ്റ്റ് ടൈപ്പ് ഡിഫക്റ്റാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ്? ഇത് അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്നതാണ് ഈ 2 ടൈപ്പും, ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അതിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, when a pair of cations and anions is missing from a lattice of an ionic crystal, the defect is known as short key defect. ഫസ്റ്റ് ഫിഗർ നോക്കുക. ഈ കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റാണ്, ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആറ്റാണ്. പോസിറ്റീവ് ആറ്റം അല്ലെങ്കിൽ കാറ്റയോൺ എപ്പോഴും ചെറുതായിരിക്കും ആസ് കമ്പയർഡ് ടു ആനയോൺ. റെഡാണ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ആറ്റമായിരുന്നു വേണ്ടിരുന്നത്.
അത് മിസ്സിങ് ആണ് ഇവിടെ. അതുപോലെ ഇവിടെ ഒരു നെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ ആനയോൺ ആണ് വേണ്ടിയിരുന്നത്, അത് അവിടുന്ന് മിസ്സിങ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുക. ഇത് രണ്ടും ഒരേ സമയത്ത് മിസ്സാവുന്ന, കാരണം കൃത്യമായിട്ട് ഇതൊരു വേക്കൻസി ഡിഫക്റ്റ് ആണ് ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താ നോക്കുക. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ സൈറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ആവുന്നതിനെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ ഒരു റെഡ് ആറ്റം അല്ലെങ്കിൽ കാറ്റയോൺ പോസിറ്റീവ് ആറ്റം ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ കറക്റ്റ് റെഗുലർ പൊസിഷൻ മാറി. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ, രണ്ടും കൂടെ വന്നു. ഫ്രങ്കൽ ഡിഫക്റ്റിൽ രണ്ടും നടന്നു. അപ്പോൾ വേക്കൻസി ഡിഫക്റ്റും നടന്നു, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും നടന്നു. ഓക്കെ. ഇനി ലൈൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. ലീനിയർ ഡിസ്റ്റർബൻസ് ഓഫ് അറ്റോമിക് അറേഞ്ച്മെൻറ്റ് ആർ നോൺ ആസ് ഡിസ്ലൊക്കേഷൻ. അതിനെയാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ലൈനിൽ നേരത്തെ ഒരു പോയിന്റ് ആയിരുന്നു, ആ പോയിന്റിൽ മാത്രമായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നത്. ഒരു ലൈനായിട്ട് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരുന്നതിനെയാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. ഫസ്റ്റ് നമുക്ക് എഡ്ജ് ഡിസ്ലൊക്കേഷൻ നോക്കാം. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഇതൊരു കറക്റ്റ് ഓർഡറിൽ സ്ട്രക്ചറായുള്ള ഒരു മെറ്റീരിയലായിരുന്നു. ഇവിടെ ഈ ഒരു പാർഷ്യലായിട്ട് ഒരു എക്സ്ട്രാ റോ ഓഫ് ആറ്റംസ് ഇവിടെ കയറി വന്നു. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കയറി വന്ന്. അപ്പോൾ ഇത് കുറച്ചിങ്ങോട്ട് വൈഡായി കൊടുത്ത് അതിൻ്റെ ഒരു 3D പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഒരു എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിന് ഫോം ചെയ്തു, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജ് ഈ എഡ്ജിലാണ് ഇവിടെയാണ് സംഭവിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു ചെറിയ മാറ്റം വന്നു, അതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇനി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു പോർഷൻ മറ്റൊന്നിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ കേസിൽ ഇതാണ് പ്ലെയിന്. ഇവിടെ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത സമയത്ത് അതൊന്നും ഒരു ഭാഗം കൂടെ ചെരിഞ്ഞു. 3D പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇതങ്ങോട്ട് തെന്നി മാറി, ജസ്റ്റ് സ്ലിപ്പായിപ്പോയി. അതിനെയാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇനി സർഫസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡിഫക്റ്റ് മൂന്നാമത്തെ മെയിൻ കാറ്റഗറി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയിന്റ് പഠിച്ചു, ലൈന് പഠിച്ചു. ഇനി ഒരു സർഫസ് മൊത്തമായിട്ട് ഡിഫക്റ്റ് സംഭവിക്കുന്നതിനാണ് 2 ഡയമെൻഷനിലാണ്. അതിൽ നമുക്ക് അടുക്കി വെച്ചേക്കുന്നതിന് മാറ്റം സംഭവിക്കാം, മൊത്തമായിട്ട് മാറ്റം വരുന്നതിനെയാണ് സർഫസ് ഡിഫക്റ്റ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രെയിൻ ബൗണ്ടറീസ് ആൻഡ് ടിൽറ്റ് ബൗണ്ടറീസ്. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മിസ്അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ഗ്രെയിൻ ഈസ് മോർ ദാൻ 10 ഡിഗ്രി. 10 ഡിഗ്രി ആംഗിളിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചേക്കുന്നത്. 10 ഡിഗ്രി ആംഗിൾ ഏകദേശം ഇപ്പോൾ 360 ആണെങ്കിൽ ഒരു 120 ഒക്കെ റേഞ്ചുള്ള ആംഗിളായിരിക്കും. അപ്പോൾ മോർ ദാൻ 10 ഡിഗ്രിയുള്ള എല്ലാ ബൗണ്ടറീസിനെയും നമ്മൾ എന്താ വിളിക്കുക, ഗ്രെയിൻ ബൗണ്ടറി എന്നാണ് വിളിക്കുക. ഇനി 10 ഡിഗ്രി കുറവാണ് ആ അഡ്ജസൻറ്റ് ഗ്രെയിൻസുകൾ തമ്മിലുള്ളത്. ഇപ്പോൾ ഇതൊരു ഗ്രെയിനാണ്, ഇതൊരു ഗ്രെയിനാണ്. ഇത് തമ്മിൽ ഇവിടെയാണ് ഈ ആംഗിൾ വരുന്നത്, ഇവിടെയാണ്. ഇതിനെന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ 10 ഡിഗ്രിയേക്കാളും കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനെയാണ് നമ്മൾ ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ട്വിൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ കറക്റ്റ് മിറർ ഇമേജ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്വിൻ ബൗണ്ടറി, ഇതിൻ്റെ മിറർ ഇമേജ്. കാരണം ഇതും ഒരു ടിൽറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ട്വിന്നിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്വിൻ ബൗണ്ടറി പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു മിറർ ഇമേജ് ആയിട്ടാണ് വരുന്നത്. സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിംഗ് ഫോൾട്ട് is a 1 or 2 layer interruption in a stacking sequence of atom planes. സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുന്ന ആ സീക്വൻസിൽ തെറ്റ് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇതാണ് പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഇതിൽ നോക്കുക, അതൊരു FCC ക്രിസ്റ്റലാണ്, ABC ക്രിസ്റ്റലാണ്. ഈ ഫിഗർ നോക്കുക, ABC അങ്ങനെ 3 ABCകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇത് നോക്കുക, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഒരു ലൈനായിട്ട് കറക്റ്റ് സ്ട്രക്ചേർഡ് ഓർഡറിലാണ് പോകുന്നത്.
ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കുക, സ്റ്റാക്കിംഗ് ഫോൾട്ട് സംഭവിച്ച ഒരു ഫിഗർ നോക്കുക, ABC. പിന്നെ വരേണ്ട ABC ആയിരുന്നു, അതിന് പകരം വന്നത് ABA ആണ്. അപ്പോൾ ഇതുവരെ കറക്റ്റായിരുന്നു. പിന്നെ ഈ മഞ്ഞ ലൈൻ വന്നപ്പോൾ ഇത് തെറ്റി. ഇത് മാത്രം, ഈ ഒരു മഞ്ഞ ലൈൻ മാത്രമാണ് അവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഇൻക്ലൈൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന, ഇതിന് സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ട്രക്ചറായിരുന്നു. അതിന് തെറ്റിയത് ഈ ABCക്ക് പകരം ABA വന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തെറ്റി. ഇതാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട്, അടുക്കി വെച്ച സീക്വൻസിന് മാറ്റം വരുന്ന ഇതിനെയാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസ്. ഡിഫക്റ്റ് കഴിഞ്ഞു. ഇനി ഡീഫോർമേഷൻ മെറ്റലിന് എങ്ങനെയൊക്കെ ഡീഫോർമേഷൻ സംഭവിക്കുക? ഒന്നെങ്കിൽ എന്തിനാണ് ഡീഫോർമേഷൻ എന്ന് പറയുക? ഒന്നെങ്കിൽ ഷേപ്പ് ഓഫ് ബോഡി ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫോം ഓഫ് ബോഡി ചേഞ്ച് ചെയ്യുക. ഇതിനെയാണ് ഡീഫോർമേഷൻ എന്ന് പറയുക. കാരണം ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസ് ഈസ് നെസസറി ടു ഫോം വേരിയസ് മെറ്റാലിക് ഷേപ്പ് വിത്തൗട്ട് റപ്ചർ സംഭവിക്കാതെ വേരിയസ് ഷേപ്പിലേക്ക് ഡീഫോർമേഷൻ സംഭവിക്കും. എന്തൊക്കെ ഓപ്പറേഷൻസ്? നമ്മളെ മെക്കാനിക്കൽ ഓപ്പറേഷൻസ് ആയ റോളിങ്, ഫോർജിങ്, സ്പിന്നിങ്, ഇതെല്ലാം ഡ്രോയിങ് എല്ലാം ഡീഫോർമേഷൻ സംഭവിക്കാൻ പറ്റിയ ഓപ്പറേഷൻസ് ആണ്. ഇതിനെ ഡീഫോർമേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇലാസ്റ്റിക് ഡീഫോർമേഷനും പ്ലാസ്റ്റിക് ഡീഫോർമേഷനും. എന്താണ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ? ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ഡീഫോർമേഷൻ ഡിസപ്പിയർ ആവും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. കാരണം നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യും, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. ഇതുപോലെ മെറ്റലിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീഫോർമേഷൻ ഡിസപ്പിയർ ആയിട്ട് അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. ഈ ഫിഗർ നോക്കുക, ഇതാണിപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷൻ. അതിലെ നമ്മുടെ ഒരു ടാൻജൻഷ്യൽ ഇവിടെ ഫിക്സ് ചെയ്തേക്കാണ്. ഇവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, താഴേക്ക് ലോഡ് അപ്ലൈ ചെയ്തു, ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തു, ഒരു ഡെൽറ്റ ഇലോങ്ങേഷൻ ഉണ്ടായി. അത് റിമൂവ് ചെയ്തപ്പോൾ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് അത് തിരിച്ചെത്തി. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഇലോങ്ങേഷൻ ഉണ്ടാവുകയും അത് റിമൂവ് ചെയ്ത ടെൻസൈൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ ഇതിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അതുപോലെ കംപ്രസീവ് ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൺട്രാക്ഷൻ ഉണ്ടാവും, സ്ലൈറ്റ് കൺട്രാക്ഷൻ ഉണ്ടാവുകയും അത് കംപ്രസീവ് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കൺട്രാക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും, ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഇതിനെയാണ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുക. ഇനി പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഡീഫോർമേഷനാണ്. നമ്മൾ ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല, അത് പെർമനൻ്റ് ആയിട്ട് ഡിഫോം ചെയ്യും. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുക. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ്റെ കുറേ പ്രോസസ്സുകളുണ്ട്. നമ്മുടെ മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ് ആയ റോളിങ്, ഡ്രോയിങ്, എക്സ്ട്രൂഷൻ, സ്റ്റാമ്പിങ്, ഫോർജിങ്, ഇതെല്ലാം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻസിൻ്റെ ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. പ്ലാസ്റ്റിക് ഡീഫോർമേഷനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ലിപ്പും ടിന്നിങ്ങും. സ്ലിപ്പ് ആൻഡ് ടിന്നിങ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മെക്കാനിസം ഓഫ് plastic deformation in which one part of the crystal moves over another due to shear stress. ഷിയർ സ്ട്രെസ് കാരണമായിട്ട് ഇപ്പോൾ ഈ ഫിഗർ നോക്കുക, ഷിയർ സ്ട്രെസ് കാരണമായിട്ട് ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു പാർട്ട് മറ്റു പാർട്ടിൻ്റെ മുകളിലൂടെ ജസ്റ്റ് മൂവായി കിടക്കുന്നതാണ്, സ്ലിപ്പായി പോകുന്നതിനെയാണ് സ്ലിപ്പ് എന്ന് പറയാം. ഇതിനെ ഷിയർ ഡീഫോർമേഷൻ എന്ന് വിളിക്കും. കാരണം ഷിയർ സ്ട്രെസ് കാരണമാണ് ഇത് മൂവ് ചെയ്യുന്നത്. സ്ലിപ്പ് ഒക്കേഴ്സ് അലോങ് സെർട്ടൈൻ ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻസ് ആൻഡ് സെർട്ടൈൻ ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷൻ. രണ്ട് പ്ലെയിനും സെപ്പറേറ്റ് ആണ്, അതുപോലെ ഡയറക്ഷനും. ഇനി ട്വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ ട്വിന്നിങ് മിറർ ഇമേജ് ആണ്. കറക്റ്റ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബോട്ടത്തിൻ്റെ ഇതിന് കറക്റ്റ് മിറർ ഇമേജ് ആണ് ഇവിടെ, ഇവിടുത്തെ മിറർ ഇമേജ് ആണ് ഇവിടെ. അങ്ങനെ മൂന്ന് ഇതായിട്ട് ഇതിനെ ക്ലാസ് ചെയ്യുന്നത്. ട്വിന്നിങ് എന്ന് പറഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ളതാണ്. is a displays that one part of the crystal become a mirror image of the other part. ഇത് സ്ലിപ്പാണ്, ഇത് മിറർ, ഇത് ട്വിന്നിങ് ആണ്. ട്വിന്നിങ്ങിൻ്റെ പ്രോസസ്സാണ്. കറക്റ്റ് മിറർ ഇമേജ് ആയിരിക്കും അടുത്ത പാർട്ട്. അതിനെയാണ്
ട്വിന്നിങ് പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ, തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.